ഹലോ നമസ്കാരം. ഞാൻ പ്രീത ധനപാൽ, ഒരു ബ്യൂട്ടീഷ്യനാണ്, ഒരു മൈൻഡ് പവർ കോച്ചുകൂടിയാണ്. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെക്നിക്ക് ആയിട്ട് ഞാൻ കുറേ ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തൊരു ടെക്നിക്കാണ് 369 എന്നുള്ളൊരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്, ഞാൻ വേറൊരു ടെക്നിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയും, ആ ടെക്നിക്കിൻ്റെ കൂട്ടത്തിലായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്. അതായത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് 1, 2, 2, 2, അതായത് 12, 22 എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിൻ്റെ കൂട്ടത്തിൽ ഈ ടെക്നിക്കും കൂടി ചെയ്യണം. ഇത് രണ്ടും കൂടി ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ അകന്ന് നിൽക്കുന്നവർ, ഇനി അവർക്ക് നല്ലൊരു ജീവിതം വേണമെന്നുള്ളവർ, കല്യാണം നടക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ, ജീവിത പങ്കാളിയായിട്ട് ഇത്തിരി പ്രശ്നത്തിലൊക്കെ അകന്ന് നിൽക്കുന്നവർ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ, വീട്ടിൽ തന്നെയാണ് പൊരുത്തക്കേടുള്ളവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ട് അത് ഫോളോ ചെയ്ത് അതിൻ്റെ വിദ്യാമണ്ണം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റാകും കേട്ടോ. ഞാൻ പറയാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിത്തിരി ഉറക്കളച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ സാധാരണ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ലേ? ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മുടെ ആവശ്യം അതിലും വലുതാണെങ്കിൽ നമുക്ക് ഉറക്കം ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുവാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 3:20 അലാറം വെച്ച് എഴുന്നേക്കണം. അതായത് 3:30 തൊട്ട് 5:30 വരെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ആകേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3:20 നിങ്ങൾ ഉറപ്പായിട്ടും അലാറം വെച്ച് എഴുന്നേൽക്കുക, കൈയും കാലും മുഖമൊക്കെ കഴുകുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ, വലത് കൈയുടെ റിസ്റ്റിൽ നിങ്ങൾ 12, 22 എന്നൊരു നമ്പർ എഴുതണം. നിങ്ങൾക്ക് കൈയുടെ റിസ്റ്റിൽ എഴുതുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കൈയുടെ ഉള്ളിലായിട്ടും നിങ്ങൾക്ക് എഴുതാം. 12, 22 എന്നുള്ള ഒരു നമ്പർ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ആ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ആകേണ്ടത്, നിങ്ങളുടെ ജീവിത പങ്കാളി അകന്ന് നിൽക്കുകയാണെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് നന്ദി എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ട് പറയും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു 11 പ്രാവശ്യം പറയണം കേട്ടോ. 1, 2 പ്രാവശ്യമല്ല, 11 പ്രാവശ്യം പറയണം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 11 പ്രാവശ്യം എഴുതുകയാണ്. ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും 11 പ്രാവശ്യം നിങ്ങൾ ആ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ പറയണം. ഞാൻ ഇപ്പോൾ പൂർണ്ണ സന്തോഷവതിയാണ്, അല്ലെ സന്തോഷവാനാണ്, എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങളുടെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സമാധാനവും സന്തോഷവും ഉണ്ട്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് നിങ്ങൾ 11 പ്രാവശ്യം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ഈ എഴുതിയ നമ്പർ ഇങ്ങനെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുക. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വേറൊരു ടെക്നിക്ക് കൂടി ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളിലെ നിങ്ങൾ 369 ഈ ഒരു സംഖ്യ കൂടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. 360 എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾ എഴുതണം. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ 6 പ്രാവശ്യം എഴുതണം. വൈകുന്നേരം നിങ്ങൾ രാത്രിയിൽ എഴുതുന്നത് 9 പ്രാവശ്യം. അതാണ് 369. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ ടെക്നിക്ക് ഉപയോഗിക്കണം. മനസ്സിലായോ? വാട്ടർ ടെക്നിക്ക് നിങ്ങൾക്കറിയാലോ. ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ആ ബോട്ടിൽ നമ്മൾ ഈ 12, 22 എന്ന് പറഞ്ഞ ഒരു നമ്പർ എഴുതി വെച്ചിട്ട് ആ നമ്പർ എഴുതി ആ ബോട്ടിലെ വെള്ളം നമ്മൾ കുറേശ്ശെ സിപ്പ് ചെയ്യുക. ആ സിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു, എൻ്റെ കുട്ടികളുമായിട്ട് എൻ്റെ കുടുംബം വളരെ സന്തോഷത്തിലാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ആ സന്തോഷം ഉൾക്കൊണ്ട് പറയണം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ 11 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും. ഇത് ഉറപ്പാണ്. നിങ്ങൾ മൈൻഡ് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ പറയാണ്ട്. മൈൻഡിൽ വേറെ ചിന്തയിട്ടതുകൊണ്ട് നിങ്ങൾക്ക് പറയരുത്, പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? അത് നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ഒരുപാട് നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വെളുപ്പിനെ തന്നെ എഴുന്നേക്കുക, 3:30 തന്നെ എഴുന്നേക്കുക, 3:20 എഴുന്നേക്കുക. 3:30 ആകുമ്പോൾ നിങ്ങൾ ഇത് ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ് ആ 3:30 എന്ന് പറയുന്ന ടൈം. അത് തന്നെയല്ല, നമ്മുടെ പ്രപഞ്ചത്തിൽ ധാരാളം പോസിറ്റീവ് എനർജി ഇരിക്കുന്ന ഒരു സമയമാണ്. ആൾക്കാരുടെ അനക്കങ്ങളൊന്നുമില്ല, ആരുടെയും ശല്യമില്ല, വളരെ
ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് വളരെ ഫലം ചെയ്യും. നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് 11 ദിവസം നിങ്ങളിത് ചെയ്യണം. 11 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോടൊപ്പം തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കും. കല്യാണം നടക്കാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം നടക്കാനുള്ള ഒരു കാരണമാണ്. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമല്ലോ. ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.